അപ്പോൾ ഇന്ന് ടിജൂസ് അക്കാഡമി വന്നിരിക്കുന്നത് ജർമ്മൻ്റെ ഒരു സക്സസ്ഫുൾ വിജയം നേടിയ യുതികയുമായിട്ടാണ്, ഫ്രം തിരുവല്ല. അപ്പോൾ നമുക്ക് യുതികയോട് ചോദിക്കാം എങ്ങനെയാണ് പോയ വഴികൾ, എങ്ങനെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുത്തു, അദ്ദേഹം എത്രത്തോളം ചലഞ്ചസ് ഫേസ് ചെയ്തു, ആ ചലഞ്ചസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് യുതികയുമായിട്ട് പോകാം. യുതിക, ഗുഡ് മോർണിംഗ്. അപ്പം വെൽക്കം ടു ടിജൂസ് അക്കാഡമിയുടെ പോഡ്കാസ്റ്റ്. അപ്പോൾ എന്താ പറയണ്ടേ, ശരിക്കും എൻ്റെ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ. ജർമ്മൻ പഠിക്കാനുള്ള ആഗ്രഹം എപ്പോൾ തുടങ്ങി ശരിക്കും? ഞാൻ കോളേജ് കഴിഞ്ഞപ്പം ഇങ്ങനെ അബ്രോഡ് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പം കുറേ കൺട്രീസ് നോക്കിയപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും നല്ലൊരു ലൈഫ് സ്റ്റൈലും എല്ലാം നോക്കിയപ്പം ജർമ്മനിയാണ് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തോന്നി. അപ്പം ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളൊരു ഫാക്ടർ അതിലുള്ളതുകൊണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി. തിരുവല്ലയിൽ തന്നെ, എൻ്റെ വീട് തിരുവല്ലയിൽ തന്നെയാണ്. അപ്പം തിരുവല്ലയിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അവിടെ കുറേ അടുത്ത് അന്വേഷിച്ചു. അപ്പം തിരുവല്ലയിലെ ബ്രാഞ്ചിൽ ടിജൂസിൽ വർക്ക് ചെയ്യണ അപർണ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവളാണ് ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടുത്തെ ഇവിടുത്തെ സിലബസ് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ക്ലാസ് എടുക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു. ശരിക്കും കുറച്ചേറെ പേരുടെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് കൺസേൺ കാണും. ജർമ്മനിലേക്ക് പോകുമ്പം ഏറ്റവും വലിയ പ്രോബ്ലം അവരുടേത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും നാളും എനിക്കിത് ഇംഗ്ലീഷ് നമ്മൾ ഏകദേശം പഠിച്ചു, മലയാളം നമ്മൾ സംസാരിക്കുന്നുണ്ട്, അഡീഷണൽ നമ്മളൊരു ലാംഗ്വേജ് കൂടെ പഠിക്കണം, ശരിയല്ലേ? അപ്പം മനസ്സിലെപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പം അത് ടഫാണെന്ന് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ പറഞ്ഞു? ഒത്തിരി പേര്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ജർമ്മനി പോകുന്ന ഒരു കാര്യം ഡിസൈഡ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞു, അയ്യോ ജർമ്മൻ പഠിക്കണ്ടേ, അത് ഭയങ്കര പാടാ. അവരുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ വേറെ അടുത്ത് ജർമ്മൻ പഠിച്ചിട്ട് അവർക്ക് ഭയങ്കര പാടാ, എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ആക്ച്വലി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പം ഞാൻ എടുത്ത ഡിസിഷൻ ഇനി തെറ്റാവോ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഭയങ്കര പാടാന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, ലാംഗ്വേജ് ക്രാക്ക് ചെയ്തെടുക്കണം, എക്സാം നല്ലതായിട്ട് ക്രാക്ക് ചെയ്ത് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ലപോലെ അന്വേഷിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എൻ്റെ ചോദ്യം, എന്തോരം ഡിസൈഡ് ചെയ്തു അല്ലേ? ആദ്യം വന്നപ്പം പേടി ഉണ്ടായിരുന്നോ മനസ്സിലെ? തുടക്ക ക്ലാസ്സുകളൊക്കെ എപ്പോഴും പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ കുറെ ടെൻഷൻ കാണും. ടെൻഷൻസ് ആദ്യം ഉണ്ടായിരുന്നോ? നല്ലപോലെ ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു പരിചയമില്ലാത്ത ഒരു ലാംഗ്വേജ് ആയിരിക്കുമല്ലോ. അപ്പം ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ തൊട്ടൊക്കെ ആണെങ്കിലും കണ്ടും കേട്ടും നമ്മൾ അത്രയും വലിയ നേറ്റീവായിട്ട് സ്പീക്കിംഗ് ആരോട് സംസാരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു പരിചയമുള്ള ലാംഗ്വേജ് ഒക്കെ ആണല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മറ്റു ലാംഗ്വേജസ് ഒക്കെ. പക്ഷേ ജർമ്മൻ എന്ന് പറയുന്ന ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്. നമ്മളിവിടെ ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം, യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണ്. അപ്പം പെട്ടെന്നൊരു ലാംഗ്വേജ്, അങ്ങനെ ഒരു വാക്ക് പോലും നമ്മുടെ ലൈഫിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. ഒരു ജർമ്മനിൽ എങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു വിഷ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. അപ്പം അത്രയും ഒരു നോളജ് ഇല്ലാത്ത ഒരു ലാംഗ്വേജ് നമ്മൾ എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും നല്ല റിസ്ക് ആണത്. നമ്മൾ അതിന് നല്ല ഒരു എഫേർട്ട് ഇടണം. പഠിക്കാനൊരു മൈൻഡും നമ്മൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. നമുക്ക് തന്നെ ഒരു ഇതുണ്ടെങ്കിലേ അങ്ങനെ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര സന്തോഷം, ഒരു വലിയ ഡിസിഷനാണ് ലൈഫിൽ എടുത്തത്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പം സക്സസ്ഫുൾ ആയ ആൾക്കാർ മാത്രം ഇതൊരു പോഡ്കാസ്റ്റാണ്. അവിടെ ഇന്ന് യുതിക ഇരിപ്പുണ്ട്, ഇതൊരു വലിയ വിജയമാണ്. ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക, അതിൻ്റെ എക്സാം പാസ്സാകുക എന്നുള്ളത്. അപ്പം എനിക്കൊന്ന് ഓരോ മോഡ്യൂൾ വൈസ് നമുക്കൊന്ന് പോവാം. അപ്പം നമുക്ക് ആദ്യം സ്പീക്കിങ്ങിലോട്ട് പോവാം. ശരിക്കും എങ്ങനെയാണ് സ്പീക്കിങ്ങിൻ്റെ? ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടി കാണുമല്ലോ, പെട്ടെന്ന് സംസാരിക്കണം, വളരെ ചുരുക്കം സമയമാണ് ഉള്ളത്, അതുകൊണ്ട് മാക്സിമം പഠിച്ചെടുക്കണം. ശരിക്കും എത്ര നാൾ കൊണ്ട് എന്താ പറയണ്ടേ സ്പീക്കിങ്ങിൻ്റെ ഒരു മോഡ്യൂള് ഒന്ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റി? ആക്ച്വലി സ്പീക്കിംഗ് ആണ് ഇച്ചിരി നമ്മൾ നല്ലതായിട്ട് എഫേർട്ട് ഇടേണ്ടതും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജർമ്മനിലാണ്. അപ്പം അവിടുത്തെ നേറ്റീവ്സായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നല്ലപോലെ അത് സ്പീക്കിങ് നമുക്ക് നല്ലപോലെ പറയാൻ പറ്റുന്നുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം സ്പീക്കിങ്ങിന് ഇവിടെ ടിജൂസിലെ ക്ലാസ് വന്നപ്പം നമുക്കൊരു 1 വീക്ക് 2 വീക്ക് ആകുമ്പോൾ തന്നെ നമുക്കൊരു ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരാളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് ജർമ്മനിൽ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. അത് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ പല എല്ലാ വീക്സിലും മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സ്പീക്കിങ്ങിന് സ്പെഷ്യൽ സെക്ഷൻസ് വെക്കും. അതിലൂടെ നമുക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്ലാസ്സിലാണെങ്കിലും നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ആണെങ്കിലും എല്ലാവരും നമ്മൾ ജർമ്മൻ സംസാരിപ്പിക്കാനൊക്കെ ക്ലാസ്സിലാണെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയായിരുന്നു. നമുക്കൊരു 2-3 വീക്സ് തൊട്ടേ സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് തന്നെ മേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമുക്ക് അങ്ങനെ
സംസാരിച്ച് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയായിരുന്നു. പറയാൻ പറ്റും. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് സ്പീക്കിംഗ് അത്ര ഈസി അല്ല. പലരും പറഞ്ഞു കേൾക്കുന്നു. ശരിക്കും ടിജൂസ് അക്കാഡമി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ വരുന്ന കുട്ടികളെ കൊണ്ട് എന്താ പറയണ്ടേ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിപ്പിക്കുകയാണ് ജർമ്മൻ. അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? 4 മൊഡ്യൂൾസിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു മൊഡ്യൂള് സ്പീക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എങ്ങനെ സ്പീക്കിങ്ങിന് എങ്ങനെ നമുക്ക് നല്ലതായിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 2 വീക്സ് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് മേക്ക് ചെയ്ത് നമുക്ക് തന്നെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമ്മളെ അത്രയും നല്ലതായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഗ്രാമർ സെഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈ ലെവൽ ഗ്രാമർ സെഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗോയിത്തയുടെ ഒരു ഒഫീഷ്യൽ എക്സാം എഴുതുമ്പോൾ ആക്ച്വലി ഇവിടുന്ന് നല്ല ഒരു ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ സ്പീക്കിങ്ങിനും മോക്ക് ടെസ്റ്റിനൊക്കെ ചോദിക്കുക. പക്ഷെ അവിടെ ഗോയിത്തയുടെ ഒഫീഷ്യൽ എക്സാം എഴുതിയപ്പം ആക്ച്വലി ഇത്രയും ടഫ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നല്ലൊരു ഈസി ആയിട്ടാണ് തോന്നിയത് എക്സാം. അതേപോലെ നല്ലൊരു കോൺഫിഡൻസ് അപ്പോൾ അവിടെ കിട്ടി എക്സാമിന്. അതുകൊണ്ട് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, എല്ലാ പോയിൻറ്റ്സും പറയാനും പറ്റി. അങ്ങനെ അതേപോലെ ഇവിടെ ക്ലാസ്സിൽ എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് സ്പീക്കിങ്ങിനായിട്ട്. സ്പീക്കിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്പീക്കിങ്ങിന് വേണ്ടി നല്ല നല്ല ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യും. ക്ലാസ്സിൽ നമ്മൾക്ക് ജർമ്മൻ സംസാരിക്കാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ക്ലാസ്സിലാണെങ്കിലും എല്ലാവരും ജർമ്മൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്കൊരു ലാംഗ്വേജ് നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നല്ലേ, ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ അല്ല, നിങ്ങളെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനോടെ നിലവിൽ ടീച്ചേഴ്സ് ഇവിടെ കുറേ ഗെയിംസ് ആണെങ്കിലും ഓരോ ആക്ടിവിറ്റീസ്, ഡെയിലി എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ജർമ്മനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറയും. അങ്ങനെ സ്പീക്കിങ്ങിന് വേണ്ടി എല്ലാ ഡെയിലിയും കുറച്ച് ടൈം അതിനായിട്ട് നല്ല ഇൻട്രാക്ഷൻ സെഷൻസ് ഒക്കെ വെച്ചിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കിങ്ങിൽ ആ ഒരു പേടി, ആദ്യം വരുന്ന ടൈമിലുള്ള പേടി എക്സാം ആകുമ്പോഴത്തേനും മാറിക്കിട്ടുമായിരുന്നു. അപ്പോൾ തുടക്കം വന്നു, ക്ലിയർ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോയി, അവസാനം ഈസി ആയിട്ട്. എനിക്ക് ടഫ്നെസ് എക്സാം ഹാളിൽ തോന്നിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ടിജൂസ് അക്കാഡമി. അപ്പോൾ അടുത്തൊരു മോഡ്യൂളാണ് റൈറ്റിംഗ്, എഴുതുക എന്നുള്ളതാണ്. പറയാൻ എനിക്ക് തോന്നുന്നു പിന്നെയൊക്കെ നമുക്ക് ഒരുമാതിരിയൊക്കെ ഡിസ്കഷനിൽ പോകുന്നുണ്ട്. എഴുതി കുറങ്ങുമ്പോൾ ഒരു വലിയ സെൻറ്റൻസുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് വെച്ചാൽ പാട് തന്നെ. അപ്പോൾ ജർമ്മൻ റൈറ്റിംഗ് എങ്ങനെ എന്താ പറയണ്ടേ, എത്രത്തോളം ബുദ്ധിമുട്ടി, അതിനകത്ത് പ്രോബ്ലംസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ടിജൂസിൻ്റെ സെഷൻസും പോയിരുന്നത്? ജർമ്മൻ റൈറ്റിംഗ് സെഷൻസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് റൈറ്റിംഗ് വരുമ്പം അതിൽ കൂടുതലും ഗ്രാമറൊക്കെ ഫോക്കസ് ചെയ്യും. അപ്പം ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലമായിട്ടല്ല, ഒരു ഡിഫിക്കൽറ്റി എല്ലാവരും പറയണ അതിൻ്റെ ഗ്രാമേഴ്സ് നല്ല ടഫാണ് എന്നാണ് പറയുക. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റിംഗ് സെഷൻസ് വരുമ്പോൾ നമുക്ക് അഡ്വാൻസ് ഗ്രാമർ വരുന്നുണ്ട്. അതേപോലെ നമ്മൾക്കൊരു റൈറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് വന്ന് അതിനെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ ഗ്രാമേഴ്സിലെ മിസ്റ്റേക്കൊക്കെ സെൽഫ് കറക്റ്റ് ചെയ്യാൻ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ എഴുതുന്ന ടൈമിൽ നമ്മളത് ചിലപ്പം ശ്രദ്ധിച്ച് കാണില്ലായിരിക്കും, എന്തെങ്കിലും ഒരു വെർബോ എന്തെങ്കിലും മാറിപ്പോയതൊക്കെ. പക്ഷേ നമ്മൾ പിന്നെ ഒന്ന് വായിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എല്ലാവരും നമുക്ക് തന്നെ നമ്മുടെ മിസ്റ്റേക്ക് എവിടെയാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എവിടെയാണ്, അതേപോലെ നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ എഴുതിയ ഒരു സെൻറ്റൻസ് എല്ലാവരും എഴുതുന്ന പോലെ അല്ലാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ എഴുതാം ഒരു സെൻറ്റൻസിനെ എന്നുള്ളതൊക്കെ ഇവിടുത്തെ സെഷൻസിലൂടെ നല്ലതായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ ഗ്രാമർ എടുക്കുമ്പോഴേ നമ്മൾ ഗ്രാമറാണ് ശരിക്കും പഠിച്ചതാണ് എഴുതാൻ പറ്റും. ശരിക്കും ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് ഗ്രാമറാണ് ടിജൂസ് അക്കാഡമി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് പ്രയോജനപ്പെട്ടോ ഗ്രാമർ ക്ലാസ്സസ്? അത് നല്ലതായിട്ട് പ്രയോജനപ്പെട്ടു. കാരണം ഇപ്പം ഗ്രാമർ ആണെങ്കിൽ ഇപ്പം നമുക്കൊരു നല്ല ഇത്രയും പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്രാമറിൻ്റെ ആ ഡിഫിക്കൽറ്റി എത്രത്തോളം ആണെന്ന്. അപ്പം നമുക്ക് എക്സാമിനപ്പം എങ്ങനെ ഒരു ഇത് എഴുതാം എന്നുള്ളതിൻ്റെ ഒക്കെ ഓർത്ത് നമുക്ക് നല്ല ടെൻഷൻ എല്ലാം വരും. അപ്പം എല്ലാവരും എഴുതുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതുമ്പോഴായിരിക്കുമല്ലോ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടുക, നമുക്ക് ഒരു എക്സ്ട്രാ മാർക്ക് കയറുന്നത് അങ്ങനെ എഴുതുമ്പോഴായിരിക്കും. അപ്പം അതിനൊക്കെ നമുക്ക് നല്ലതായിട്ട് ഇവിടുത്തെ ട്രെയിനിങ്ങും ഇവിടുത്തെ മെറ്റീരിയൽസിന്നും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റി. ഇവിടുത്തെ നല്ലൊരു മെറ്റീരിയൽസും നല്ല സിലബസും ആയിരുന്നു ഇവിടുത്തെ. അപ്പം അങ്ങനെ നമുക്ക് നല്ലതായിട്ട് റൈറ്റിങ്ങിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് റൈറ്റിങ്ങിനെ പറ്റിയ ജർമ്മൻ. ഒരുപാട് പേര് പറയുന്നത് ടഫാണ്. ടിജൂസിലെ റൈറ്റിങ്ങിൻ്റെ ജർമ്മൻ്റെ ക്ലാസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു?
ജർമ്മൻ റൈറ്റിംഗ് സെഷൻ വരുമ്പം സാർ പറഞ്ഞ പോലെ ടഫാണ്. അത് വരുന്നത് എൻ്റെ ഗ്രാമർ പാർട്ട് ജർമ്മൻ്റെ ലാംഗ്വേജ് കുറച്ച് ടഫ് ആയതുകൊണ്ടാണ്. പക്ഷെ അപ്പം ടിജൂസിലെ ക്ലാസ് എന്ന് പറയുമ്പം നമുക്കിവിടെ സെൽഫ് കറക്ഷൻ മെത്തേഡാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഫോളോ ചെയ്യുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് സെൽഫ് കറക്ഷൻ എന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സെൽഫ് കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ റൈറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതിയിട്ട് ഇപ്പം നോർമലി ടീച്ചേഴ്സാണ് അത് ചെക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു തരാം. അപ്പം അങ്ങനെ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് അങ്ങനെ പോകത്തേ ഉള്ളൂ. എവിടെയാണ് ഓക്കെ നമുക്ക് ഇവിടെ മിസ്റ്റേക്ക് പറ്റി അങ്ങനെ പോകത്തുള്ളൂ. പക്ഷേ നെക്സ്റ്റ് ടൈം നമ്മൾ ചിലപ്പോൾ ആ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റീസ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എവിടെയാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് നമ്മളെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം നമ്മൾ തന്നെയാണ് അവിടെ നമ്മുടെ ഇപ്പം നമ്മൾ എഴുതിയ ഒരു ലെറ്റർ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ടീച്ചേഴ്സ് പറഞ്ഞു തന്ന മിസ്റ്റേക്ക് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യും. അപ്പം നമ്മളത് അവർ പറയുന്ന കേൾക്കുന്നുമുണ്ട്, നമ്മളതൊന്ന് പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതുന്നുമുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ അത് ഓർത്തിരിക്കും എവിടെ ആയിരുന്നു കഴിഞ്ഞ മിസ്റ്റേക്ക് പറ്റി. അപ്പം ഇനി അത് ആവർത്തിക്കരുത് എന്നുള്ളത് നമ്മളത് ഓർത്തിരിക്കും. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും എഴുതുന്ന പോലെ അല്ലാതെ ഒരു സെൻറ്റൻസ് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാം, പെട്ടെന്ന് വായിക്കുന്ന ഒരാൾ എങ്ങനെ അതൊരു പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളതും ഇവിടുത്തെ ട്രെയിനിങ് സെഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലൊരു കറക്ഷൻ, കാരണം മറ്റൊരാളുടെ കറക്ഷനും അല്ലെങ്കിൽ നമ്മുടെ സെൽഫായിട്ട് കറക്ഷനും നമ്മുടെ കൂടുള്ളവർക്കും ആ ഒരു കറക്ഷൻ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ? അത് നല്ലതായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പം വേറൊരാൾ ഇപ്പോൾ എഴുതിയിട്ട് നമ്മളോട് ഒരു ജർമ്മൻ ലാംഗ്വേജിൽ എന്തെങ്കിലും ടോപ്പിക് എഴുതിയിട്ട് നമുക്ക് കൊണ്ട് തന്നാൽ നമുക്ക് തന്നെ അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ലെവലിൽ, അത്രയും ഒരു ലെവലിൽ നമ്മളെ കൊണ്ട് എത്തിക്കും ഇവിടുത്തെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ. അടുത്തൊരു മോഡ്യൂൾ റീഡിങ്ങാണ്. കാരണം റീഡിങ് ഹാബിറ്റ് വേണം. കാരണം പലപ്പോഴും ഇപ്പം ഏത് എക്സാം ആണെങ്കിലും റീഡിങ് ഹാബിറ്റ് വേണം. പക്ഷെ ഇവിടെ ജർമ്മനാണ്, പുതിയ ലാംഗ്വേജ്, നമുക്ക് ഹാബിറ്റൊന്നും ജർമ്മനിൽ വായിച്ചില്ല. അപ്പം പെട്ടെന്നാണ് പഠിച്ചു തുടങ്ങുന്നതും. എങ്ങനെയായിരുന്നു ആ ഒരു റീഡിങ് ക്രാക്ക് ചെയ്തത്? ജർമ്മൻ്റെ റീഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചാൽ ആ സെൻറ്റൻസ് മനസ്സിലാക്കുന്നത് അതിലെ വേർഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. അപ്പം ജർമ്മൻ്റെ വൊക്കാബ്സ് ആണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാലേ നമുക്ക് ഒരു ഇത്ര ടൈം എക്സാമിനപ്പം ടൈം ലിമിറ്റ് കാണും. ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആ തന്നിരിക്കുന്ന വൊക്കാബ്സ് എല്ലാം നമുക്ക് അറിഞ്ഞാലേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടുത്തെ സെഷനിലൂടെ ഡെയിലി ജർമ്മൻ വൊക്കാബ് ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി ജർമ്മൻ്റെ വൊക്കാബ് എക്സാംസ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം ഡെയിലി നമ്മളൊരു 30 to 40 വേർഡ്സ് ഒക്കെ ഡെയിലി പഠിച്ചിട്ട് വരും. അപ്പോൾ അതിൻ്റെ എക്സാംസ് ഇടും. അങ്ങനെ നമ്മൾ ഒരു മന്ത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൊക്കാബ്സ് ഫെമിലറൈസ് ചെയ്യും. അത് നമ്മൾ ഓർത്തിരിക്കും. അപ്പം ഹൈ ലെവൽ വൊക്കാബ്സ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. അങ്ങനെ വൊക്കാബ്സ് നല്ലപോലെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ റീഡിങ് ഭയങ്കര ഈസി ആവാൻ പറ്റിയായിരുന്നു. എക്സാം വന്നപ്പോഴും നല്ല മാർക്കും നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അടുത്തൊരു മോഡ്യൂൾ ലിസണിങ്. കേൾക്കണം, അതുപോലെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒരു ഹെർക്കുലിൻ ടാസ്ക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജർമ്മൻ ലിസണിങ് സെഷൻസ്? ജർമ്മൻ ലിസണിങ് സെഷൻസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോൾ ജർമ്മനി ചെന്ന് നേറ്റീവ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഒരു സ്ലാങ്, അവർ പറയുന്ന രീതി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ലിസണിങ് സ്കില്ല് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടിജൂസിലെ ക്ലാസ് എന്ന് പറയുമ്പോൾ നല്ല ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു. ഇപ്പം പോഡ്കാസ്റ്റുകൾ ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു. അതേപോലെ ഞങ്ങളെ ജർമ്മൻ മൂവീസ് കാണിക്കുമായിരുന്നു. എല്ലാ വീക്കിലും ഓരോ മൂവീസ് കാണിക്കും. അപ്പോൾ അതിലൂടെ എന്ന് പറയുമ്പോൾ അതൊരു ഫണ്ണായിരിക്കും. ക്ലാസ്സിൽ എല്ലാവരും ഒരു പുതിയ ലാംഗ്വേജിൽ ഒരു മൂവി കാണുക എന്ന് പറയുമ്പോൾ നല്ല ഫണ്ണായിരിക്കും. അതേപോലെ പുതിയ പുതിയ വേർഡ്സ് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. അതേപോലെ ഈ മൂവീസും പോഡ്കാസ്റ്റും ഒക്കെ കാണുന്ന കൂടെ തന്നെ നമുക്ക് ആക്ച്വലി സ്പീക്കിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാ മൊഡ്യൂൾസും നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മളുപോലും അറിയാതെ അത് കേട്ട് പഠിച്ച് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതുപോലത്തെ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ കാരണം നമുക്ക് നല്ലതായിട്ട് ലിസണിങ്, ആ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ലിസണിങ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് തിരിച്ച് നല്ലതായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ സെഷൻസ് എല്ലാം അതുപോലെ നല്ല ഫൺ ആൻഡ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ 4 മോഡ്യൂളിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ? ഓരോന്നിനും സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള നമ്മൾ ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പം മൂവീസ് കാണിക്കുക എന്ന് പറയുമ്പോൾ നോർമലി അക്കാഡമിയിൽ ട്രൈ ചെയ്യുമെന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടിജൂസ് അക്കാഡമി ശരിക്കും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിജൂസ് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ലൈവ് അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്.
അവരോട് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് ടിജൂസ് അക്കാഡമി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യണം? എന്താണ് അവരോട് പറയാനുള്ളത്? പറയാം. ഇപ്പം ഞാൻ ടിജൂസിൽ ജോയിൻ ചെയ്ത് പഠിച്ചിറങ്ങിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കാൻ വരുമ്പോൾ ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമായിട്ടല്ല, കുറച്ച് ഗ്രാമർ പഠിക്കുന്നു, പിന്നെ എക്സാം വരുമ്പോഴത്തേന് എക്സാം പ്രിപ്പറേഷൻസ് ആയിട്ട് 4 മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയായിട്ടല്ല, ഇവിടെ നമുക്കെന്ന് പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മളെ ആ ലാംഗ്വേജിലോട്ട് നല്ലതായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും എല്ലായിട്ടും നമ്മളെ അത്രയും ട്രെയിൻ ചെയ്ത് എത്തിക്കും. അപ്പം ഇവിടുത്തെ ഓരോ മൊഡ്യൂൾസും അവർ പല രീതിയിലാണ് പഠിപ്പിക്കുക. അതിനായിട്ട് സ്പെഷ്യൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. നമുക്കൊട്ടും ഒരു എക്സാം ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരില്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സിമ്പിളായിട്ടും എന്നാൽ അതേപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മളെ ചെയ്യിപ്പിക്കും. അപ്പോഴേക്കും നമുക്ക് ആക്ച്വലി നമ്മുടെ മെയിൻ എക്സാം വരുമ്പോൾ അത് നല്ല സിമ്പിളായിരിക്കും. നമുക്ക് അവർ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് തോന്നും. അതേപോലെ നമ്മൾ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ നമുക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ മാറിക്കിട്ടും. നമുക്കപ്പം പ്രോപ്പറായിട്ട് ഒരു ജർമ്മൻ നേറ്റീവിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കത് ഇവിടുത്തെ ക്ലാസ്സിലും ഇവിടുത്തെ സെഷൻസിലൂടെ നമുക്ക് മനസ്സിലാവും. അതേപോലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ധൈര്യമായിട്ട് ജർമ്മനി പോയി നമുക്കൊരു നേറ്റീവായിട്ട് ഫേസ് ടു ഫേസ് ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആയിട്ട് അവരെങ്ങനെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതേപോലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അവരുടെ ലാംഗ്വേജ് ജർമ്മൻ സംസാരിക്കാൻ പറ്റും ഇവിടുത്തെ ക്ലാസ്സിലൂടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടത്, ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഏകദേശം ക്ലാസ്സുകൾ നടക്കുന്ന ഒരു ക്ലാരിറ്റി യുതിക വഴി കിട്ടി. യുതിക തിരുവല്ലയെന്നാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, ജർമ്മൻ പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ജർമ്മൻ്റെ ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ഒരുപാട് കുട്ടികൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്രയും പെട്ടെന്ന് പാസ്സാക്കുന്നതാണ് ടിജൂസ് അക്കാഡമി ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ ഇന്ന് യുതിക ഉണ്ടായിരുന്നു. യുതികയെ പോലെ ഒരുപാട് കുട്ടികളുമായിട്ട് ടിജൂസ് അക്കാഡമി ജർമ്മൻ ക്ലാസ്സസിൻ്റെ പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു യുതിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.